നമസ്കാരം, വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. For the World പദ്ധതി ഇളയെ സ്വാഗതം ചെയ്ത് ദുബായ്. ദുബായിലെ മുൻനിര ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ലോകരാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി ദുബായ് GDRFA ആരംഭിച്ച ഫോർ ദ വേൾഡ് പദ്ധതിയുടെ ഭാഗമായി കൊറിയയിൽ നിന്നുള്ള അതിഥിയെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്തു. കൊറിയൻ സംസ്കാരവും ആതിഥ്യ മര്യാദ രീതികളും പരിചയപ്പെടുത്താനെത്തിയ ഇള എന്ന യുവതിയെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിലെ ദുബായ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ സ്വീകരിച്ചത്. തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു. പുറത്തേക്കൊഴുകുന്നത് വൻതോതിലുള്ള ജലം. കനത്ത ജാഗ്രതാ നിർദ്ദേശം അധികൃതർ. തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു. വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഡാമിന്റെ ഗേറ്റ് തകർന്നത്. കഴിഞ്ഞ 70 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഡാമിന്റെ ഗേറ്റ് തകരുന്നത്. 33 ഗേറ്റുകളുള്ള ഡാമിന്റെ 19ാം ഗേറ്റാണ് തകർന്നത്. ദയാധനം നൽകി ജീവകാരുണ്യ സംഘടന 5 പേരുടെ മോചനത്തിന് വഴി തെളിയുന്നു. അഭിനന്ദിച്ച് ഷെയ്ഖ് അർഹാമ. വ്യത്യസ്ത നരഹത്യ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 5 പേർക്ക് പുതിയ ജീവിതം ആരംഭിക്കാൻ അവസരം ലഭിച്ചു. പ്രതികൾ നൽകേണ്ടിയിരുന്ന 12 ലക്ഷം ദിർഹം ദയാധനം റാസൽ കൈമയിലെ അജർ ചാരിറ്റി ഫൗണ്ടേഷൻ അടച്ചതോടെയാണ് ഇത് മനുഷ്യസ്നേഹികളുടെ സംഭാവനകളിലൂടെ മോചനം സാധ്യമാക്കിയത്. മലബാർ ക്യാൻസർ സെന്ററിൽ അതിനൂതന കാർട്ടി സെൽ തെറാപ്പി. രാജ്യത്ത് കാർട്ടി സെൽ തെറാപ്പി നൽകുന്ന 2ാമത്തെ സ്ഥാപനം. മലബാർ ക്യാൻസർ സെന്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിൽ കാർഡി സെൽ തെറാപ്പി വിജയകരമായി പൂർത്തീകരിച്ചു. അക്യൂട്ട് ലിംബോപ്ലാസ്റ്റിക് ലുക്കീമിയ ബാധിച്ച 19 വയസ്സുകാരനാണ് ഈ ചികിത്സ നടത്തിയത്. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിന് ശേഷം ഈ അതിനൂതന ചികിത്സ സർക്കാർ തലത്തിൽ നടത്തുന്ന 2ാമത്തെ സെന്റർ എന്ന അഭിമാനകരമായ നേട്ടമാണ് ഇതുവഴി MCC സ്വന്തമാക്കിയത്. കനേഡിയൻ സുന്ദരിമാരെ പിന്തള്ളി സൗന്ദര്യ കിരീടത്തിൽ മുത്തമിട്ട് കണ്ണൂർ സ്വദേശിനി മിലി. മിസിസ് കാനഡ എർത്ത് 2024 മത്സരത്തിൽ കനേഡിയൻ സുന്ദരിമാരെ പിന്തള്ളി ജേതാവായത് കണ്ണൂർ തളാപ്പ് മാധവത്തിൽ മിലി ഭാസ്കരൻ. ഇന്ത്യക്കാർക്ക് തിരിച്ചടി. UK-യിൽ വിദേശ റിക്രൂട്ട്മെന്റ് നിയന്ത്രിച്ചേക്കും. നീക്കം കലാപത്തെ തുടർന്നു. തൊഴിൽ തേടി UAE-യിൽ എത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. masardubai.com എന്നൊരു ജോബ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. തികച്ചും സൗജന്യമായി ജോബ് നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഈ ജോബ് പോർട്ടൽ നൽകുന്നതെന്ന് masardubai.comന്റെ CEO ജിനീഷ് പറയുകയുണ്ടായി. ജോബ് നോക്കാനുള്ള ഫ്രീ സൈറ്റാണ്. ഓക്കെ, അതിൻ്റെ നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മസർ ദുബായിയുടെ വെബ് ആപ്ലിക്കേഷനാണ്. ആസ് സൂൺ ആസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മൊബൈൽ ആപ്പ് ലോഞ്ചിങ് ഉണ്ടാവും. ഓക്കെ, ഔദ്യോഗിക ഉദ്ഘാടനം IT ഹുബ് CEO മുനീറും എക്സ്പ്രസ് CEO സിദ്ദീഖും ചേർന്നാണ് നിർവഹിച്ചത്. ജമ്മു കാശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. മുൻ വിദേശകാര്യമന്ത്രി KN നട്വർ സിംഗ് അന്തരിച്ചു. മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 1982 മുതൽ 84 വരെയും 1988 മുതൽ 90 വരെയും താനൂർ പഞ്ചായത്തിന്റെയും പ്രസിഡന്റായിരുന്നു. മുസ്ലിം ലീഗ് താനൂർ മണ്ഡല അധ്യക്ഷൻ, STU, മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. വിമാനത്താവളത്തിലെ ബാഗേജ് ക്ലെയിമിൽ കുടുങ്ങി സ്ത്രീ മരിച്ചു. ഷിക്കാഗോ വിമാനത്താവളത്തിലെ ബാഗേജ് ക്ലെയിമിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നോർത്ത് കാരോലൈന സ്വദേശിയായ വിർജീനിയ ക്രിസ്റ്റീൻ വിന്റൺ ആണ് ബാഗേജ് ക്ലെയിമിലെ ലഗേജ് നീക്കാൻ ഉപയോഗിക്കുന്ന കൺവെയർ ബെൽറ്റിൽ കുടുങ്ങി മരിച്ചത്. ഗൾഫിൽ വാഹനാപകടത്തിൽ മലയാളി അടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. സൗദിയിലെ അൽബഹയ്ക്ക് സമീപം വാഹനാപകടത്തിൽ മലയാളിയടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പുരയിടത്തിൽ തോമസിന്റെ മകൻ ജോയൽ തോമസ് ആണ് മരിച്ചത്. ഉത്തർപ്രദേശ് സ്വദേശിയും മരിച്ചവരിലുണ്ട്. സുഡാൻ, ബംഗ്ലാദേശ് സ്വദേശികളാണ് മരിച്ച മറ്റു 2 പേർ. ഇനി സ്പോർട്സ് ന്യൂസ്. ഗുസ്തിയിൽ റീതിക ഹൂഡ ക്വാർട്ടറിൽ വീണു.
4x400 മീറ്റർ റിലേയിൽ പുരുഷ വനിതാ ഇനങ്ങളിൽ US-ന് സ്വർണം. 800 മീറ്ററിൽ ഇമാനുവൽ ബന്വാനി ബ്രസീലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് US-നെ ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ സ്വർണം. ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ ബഹുമതി നൽകി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി IOC. പാരീസ് ഒളിമ്പിക്സിന് സമാപനം ഇന്ന്. 1 വെള്ളി 5 വെങ്കലം, പാരീസിൽ 6 മെഡൽ. അടുത്ത ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ 2028 ജൂലൈ 14 മുതൽ 30 വരെ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajumar.